പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തോട് നമ്മൾ ഇപ്പം കേട്ട വചനങ്ങളില്ലേ, പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് അതിനെക്കുറിച്ച് കരവിചാരിപ്പുണ്ട് എന്ന് പറഞ്ഞ വചനം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു വചനങ്ങൾ അതിലൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയൊരു വചനമാണ് പ്രഭാഷകൻ 2:3. പ്രഭാഷകൻ 2:3, 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടുത്തോട് അകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ട് അകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ നിമിഷമാണ് അന്ത്യദിനങ്ങൾ. നമ്മൾ നന്മ നിറഞ്ഞു മറിയുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മുടെ ഈ അങ്കലാപ്പ് അതിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വികലമായ സമയമാണ് അവൻ്റെ അന്ത്യദിനങ്ങൾ. നമുക്ക് കടങ്ങളുണ്ടാകാം, നമുക്ക് ജപ്തി നടപടികളുണ്ടാകാം, നമുക്ക് രോഗങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള പല നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാകാം. പക്ഷെ അതിനേക്കാൾ കഠോരമാണ് അന്ത്യദിനങ്ങൾ. പ്രഭാഷകൻ എന്താ പറയണത്? 2:3 അവിടുത്തോട്ട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അന്ത്യദിനങ്ങൾ വരെ ധന്യമാകുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ അതിന് താഴെയുള്ള മാനസിക ആഘാതം വരുന്ന മറ്റ് എല്ലാ നിമിഷങ്ങളും ധന്യമായിരിക്കും. വെരി സിമ്പിൾ. അവിടത്തോട് ചേർന്ന് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. കർത്താവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും മോശമായ സമയം അവൻ്റെ അന്ത്യദിനങ്ങളാണെങ്കിൽ കർത്താവിനോടുള്ള ചേർന്ന് നിൽപ്പ് അന്ത്യദിനങ്ങളെ ആശ്വസിപ്പിക്കുമെങ്കിൽ എൻ്റെ ദൈവവേദലെ അതിന് താഴെയുള്ളതാണ് എല്ലാ പരീക്ഷങ്ങളും. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ഓരോ തകർച്ചയും അന്ത്യമുഹൂർത്തങ്ങളെക്കാളും ആഘാതം കുറഞ്ഞതാണ്. ഈ നിമിഷങ്ങളെല്ലാം അതിജീവിക്കാനാണ് പ്രഭാഷകൻ 2:3 ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ബൈറ്റ് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പ്രാർത്ഥനയിലെ, ഭക്തിയിലെ ഈ വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നതിനാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി പ്രാർത്ഥനയിൽ മാത്രമല്ല, ഭക്തി പ്രവർത്തനത്തിലുമുണ്ട്. എല്ലാ ഉടമ്പടിയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഭക്തിയുടെ പ്രവർത്തനങ്ങളാണ്. എല്ലാ പ്രാർത്ഥനകളും പലപ്പോഴും ഭക്തി എന്ന് പറയുമ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഭക്തിയോട് പ്രാർത്ഥിക്കുക, ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക, അങ്ങനെയുള്ള അനുഷ്ഠാന ക്രിയകൾക്കാണ് ഭക്തി ചേർത്ത് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷൻ അങ്ങനെയല്ല. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാൻ പറയണത് ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ദൈവത്തോട് കാണിക്കുന്ന ഭയത്തോടെ കൂടിയുള്ള ഒട്ടിച്ചേർപ്പ്, തിക്തം, രക്തം. നമ്മുടെ സംസ്കൃത ധാതു എല്ലാം അഡ്ഹേഴ്സിയോ എന്നുള്ള അർത്ഥമാണ്. ഒട്ടിപ്പിടിപ്പ്. രക്തം എന്ന് വെച്ച അർത്ഥം എന്താ? രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പെന്നതിൻ്റെ അർത്ഥം. കാരണം തണുത്ത രക്തം ചൂടായി, അതായത് ക്ഷത്രിയ രക്തം എന്നൊക്കെ പറഞ്ഞത് രജോ ഗുണമുണ്ട് മനുഷ്യന്, തമോ ഗുണമുണ്ട്, ബ്രഹ്മഗുണമുണ്ട്.
അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമുള്ളവർക്ക് രജോ ഗുണങ്ങളാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഫൈറ്റേഴ്സിന്. അതിന് രക്തമാണ്. രക്തം തണുത്താൽ അവൻ്റെ വീരശൂരത്വം കുറയും. അതാണ് പട്ടാളക്കാരെയൊക്കെ യൂത്തായി കഴിഞ്ഞാൽ പിന്നെ കാലാൾ ആയിട്ട് ആർമിയായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു വിടാൻ കാര്യം എന്താ? ഞാൻ യൂത്തിനെ എടുക്കത്തുള്ളൂ. അതുപോലെ രക്തം രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പ്. അതുപോലെ തന്നെ ഭക്തി ദൈവത്തോട് ഭയത്തോടെയുള്ള ഒട്ടിച്ചേർപ്പാണ്. ദൈവത്തോട് മുപ്പളമ നോക്കാതെ തോളെ കൈയിട്ട് നടക്കണ, അങ്ങനെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ അത്തരം ഭക്തിയൊക്കെ ഒരുതരം ഭക്തിയുടെ പേക്കോലങ്ങളാണ്. ദൈവമാണെങ്കിൽ, ആത്മാവാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവ് ഒരു മിനിമം ഭയം തരും. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആന്തരികമായൊരു ഭയം. ആ ഭയം എന്തിനു ചെയ്യും? നമ്മളോട് ദൈവത്തെ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തെ, ആ സ്നേഹത്തിൽ നിന്ന് നിർഭരമായ ഭയമാണത്. അല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ഭയമാണ്, ദൈവത്തെ ദൈവമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭയം. ഈ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് പറയണത്? നമുക്ക് കാരുണ്യം കിട്ടുമെന്നാണ്. ഇന്നലെ ഞാൻ അമ്മ മാതാവിൻ്റെ ദൈവമാത തിരുനാളായിരുന്നു ഇന്നലെ. അമ്മ മാതാവിൻ്റെ ദൈവമാതത്വ തിരുനാളാണ്. ശരിക്കും പറഞ്ഞാൽ ആരാധനാക്രമത്തിലൊക്കെ വിസിറ്റേഷൻ, സന്ദർശന തിരുനാളെങ്കിലും സന്ദർശനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശ്വാസത്തിൻ്റെ, അത് അങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ വിശ്വാസം നിലനിൽക്കാത്ത അവസ്ഥ ഒന്നുമല്ല. പക്ഷേ അമ്മ ദൈവമാതാവാകുന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ ഗുരുതരമായ ഒരു അടിസ്ഥാന വിശ്വാസമാണ്, തേകത്തോക്കസ്. അതുകൊണ്ട് ഞാനെപ്പോഴും ആ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ദൈവമാതാവിൻ്റെ തിരുനാൾ, ദൈവമാതത്തെ വെളിപാടുള്ള ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് എലിസബത്ത് ചോദിക്കുമ്പോഴേ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തിയ ഒരു സുവിശേഷ മുഹൂർത്തമാണത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്, അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. ദൈവം തൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാണിക്കും. അതായത് അമ്മ എങ്ങനെയാണ് ദൈവമാതാവായെന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. അമ്മ പറഞ്ഞത് എൻ്റെ യോഗ്യതയല്ല, ഞാൻ അപ്പായുടെ ഒരു ഭക്തയാണ്, ഒരു വല്ലാത്ത ഭക്ത. എന്നുവെച്ചാൽ 4 വയസ്സിൽ പെറ്റ് സാമുവലിനെ പോലെ ദേവാലയത്തെ കൊണ്ടുവന്ന് നിർത്തി 12 വയസ്സ് വരെ അപ്പായുടെ കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ ഭക്തിയാണത്. അത് അമ്മ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ ഭക്തി കളഞ്ഞില്ല. ഇന്ന് ലോകത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം, 12 വയസ്സ് വരെ എല്ലാവർക്കും ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. പല ക്രിമിനൽസും പണ്ട് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ ഇടവക ചെല്ലുമ്പോൾ വെള്ളമടിച്ച് 4 കാലിലൊക്കെ വരുന്നവന്മാരെ കാണുമ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ്, ഇവൻ പണ്ട് ഓൾട്ടർ ബോയ് ആണെന്ന് പറയും. സി വാട്ട് ഹാപ്പൻഡ്? എവിടെയാണ് സംഭവിച്ചത്? 12 വയസ്സായപ്പോൾ അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരെയോ സഭയെ കുറ്റം പറയേണ്ട കാര്യമില്ല, ആ വ്യക്തി തന്നെയാണ് കളഞ്ഞത്. കാര്യം ഓരോ 12 വയസ്സെന്ന് പറയുന്നത് ഒരു ആത്മീയ പൗരത്വത്തിൻ്റെ ഒരു കാലമാണെങ്കിൽ ഒരു പിശാച് ഒരു മനുഷ്യനെ ഒരിക്കലും തൊടത്തില്ല, അൺലെസ് വി ഗിവ് എ ചാൻസ്. അതുകൊണ്ടാണ് എഫേസ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്, സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ആരെങ്കിലും ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്.
എനിക്ക് 9ാം ക്ലാസ് വെച്ച് കുറച്ച് അബ്രീവേഷൻ സംഭവിച്ച ആളാണ്. ചീത്ത കൂട്ടുകെട്ട് കാരണം എൻ്റെ വിശുദ്ധിയ പ്രാർത്ഥന പോയ ആളുണ്ട്, ഒരു കാലമുണ്ട്. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ തന്നെ തിരിച്ചു വന്നത്. ഒരു കൊല്ലം മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയുള്ളൂ, കർത്താവുമായിട്ട് അകന്ന് പോകേണ്ട ഒരു കാലം വന്നുള്ളൂ. പക്ഷേ 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ആരാണ്? ഞാൻ തന്നെ പോയി, ഞാൻ തന്നെ തിരിച്ചു വന്നതാണ്. ഇന്നുവരെ പിന്നെ പോയിട്ടില്ല കർത്താവിനിടയ്ക്കെന്ന്. ആരെങ്കിലും 12 വയസ്സുകാർ ഏതെങ്കിലും കാരണവശാൽ കർത്താവിൽ നിന്ന് ഭക്തിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടൊരു കഥയുമില്ല. ഏത് കുട്ടിയാണ് പോയത് അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഈ ധ്യാനം കേൾക്കുമ്പോഴേ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മ 12 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പായോടുള്ള ഭക്തി നിലനിർത്തി. അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞു, മേരി നീ എങ്ങനെ കർത്താവിൻ്റെ അമ്മയായെന്നറിയാമോ? അതിലൊരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അവിടുത്തെ കാരുണ്യമാണ്. അതാണ് ലൂക്കാ 1:50 എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. നമ്മുടെ തലമുറയിൽ മാത്രമല്ല, അടുത്ത തലമുറയിലും അതിൻ്റെ പിന്നത്തെ തലമുറയിലും കാണിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കാരുണ്യം. അനാദ്യമായ കാലം മുതൽ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാരുണ്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്യുമെന്ന് കണക്കാക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച നിരന്തരദ്രവ്യമായ ദൈവകാരുണ്യം അതാർക്കാണ് വിളമ്പിക്കൊടുക്കുന്നത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ. ആർക്കൊക്കെയാണ്? തലമുറകൾ തോറും. ദർ ഫുൾ ഓഫ് സാപ്പ് ഹാവ് എ ഗ്രീൻ എന്ന് പറഞ്ഞ വചനമുണ്ട്. ഇടയ്ക്കെൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്. ദേ ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനോട് ഭക്തി കാണിക്കുന്നവൻ, അവൻ എത്ര വാർദ്ധക്യം ചെന്നാലും അവൻ ഹരിതാഭമായിരിക്കും. സങ്കീർത്തനം 92:14 ദർ ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. അതായത് അവൻ എത്ര പ്രായം ചെന്നാലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുർബാന ചൊല്ലിയപ്പോൾ എൻ്റെ മനസ്സിൽ വാക്ക് വന്നു. സഭയിൽ 2 ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. യുവാക്കന്മാർ നാളെയാണെന്ന് പറയും, നാളത്തെ വാഗ്ദാനമാണ് യുവാക്കന്മാരെന്ന് പറയും. അപ്പോൾ ഒരു വിഭാഗം പറയും യുവാക്കന്മാർ നാളത്തെ വാഗ്ദാനമല്ല, ഇന്നത്തെ സഭയാണെന്ന് പറയും. ഇത് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് യുവാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു. എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് പ്രക്രിയേഷന് വേണ്ടി, ഉൽപ്പാദനത്തിന് വേണ്ടി അവൻ്റെ അവയവങ്ങൾ സജ്ജമായാൽ ഉടനെ അവൻ യുവാവാകുമോ? നോൺസെൻസ്. അവൻ്റെ അവയവങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി റെഡിയായി കഴിയുമ്പോഴാണോ അവൻ യൗവനക്കാരനാകണത്, യുവതിയാകണത്? ബൈബിളിൽ അല്ല. എന്നാണ് നിനക്ക് കർത്താവിനെ കൊടുക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കർത്താവിനെ പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കൃപ പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയണത്? ദാറ്റ് ഈസ്, ആ സമയത്താണ് നീ യുവാവോ യുവതിയോ ആകണത്. എവർഗ്രീൻ എന്ന് പറയുമ്പോൾ അവൻ കർത്താവിൻ്റെ ദാസൻ ആജ്ഞരിക്ക് നട്ടിരിക്കുന്ന മരങ്ങൾ പോലെയാണ് അവർ, നിത്യഹരിതമാണെന്ന് പറയുമ്പോൾ 84 വയസ്സിന് യൂത്തായിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ അർത്ഥം. ദൈവജനം നീ ഭക്തയാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്ക് 90 വയസ്സായാലും നിനക്ക് വാർദ്ധക്യം ബാധിക്കത്തില്ല. നീ യൂത്തായിരിക്കും. കർത്താവിനെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കൃപ ആർജിക്കാൻ കഴിയുന്നുണ്ടോ? കൃപ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ വളർത്താനും മാതൃകയാക്കാനും നിനക്ക് കഴിയുന്നുണ്ടോ? യു ആർ യൂത്ത് ഇൻ യുവർ 90s. നിൻ്റെ 90കളിലും നീ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ യൗവനക്കാരനാണ്, യൗവനക്കാരിയാണ്. ദൈവത്തിലെ ആത്മീയ മേഖലയിലെ അതൊരു ജഡികമായ വിഷയമല്ല. ആത്മീയ മേഖലയിലെ അതാത്മീയമായ വിഷയം തന്നെയാണ്. എത്ര പ്രായമായാലും മദർ തെരേസയും ജോൺ പോളുമൊക്കെ അവരുടെ 90കളിലൊക്കെയാണ്, അല്ലെങ്കിൽ അവർ 87കളിലൊക്കെയാണ് അവർ യൂത്തിനെ പോലെ കർത്താവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. അവർ പ്രായം ചെയ്യുന്ന ആൾക്കാരാണ്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അവിടെ വായിന്ന് വരുന്ന വചനങ്ങളിലെല്ലാം എത്രയോ മനുഷ്യരാണ് ആത്മാവിൽ വീണ്ടും ജനിച്ചത്. ദേ ആർ യൂത്ത് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതെന്താണ്? ഭക്തിയാണ്. അവിടുത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. എന്തൊരു വചനം! നിൽക്കുന്ന ദൗർഭാഗ്യങ്ങളിലെ ശാന്തത കൈവടിയരുത്.
പ്രഭാഷകൻ 2:5 എന്തെന്നാൽ സ്വർണം അഗ്നിയെ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിന് അതാ പ്രഭാഷകൻ 5-6 വചനം 5 വചനം 2:5. അപ്പം സഹനത്തിൻ്റെ തീച്ചൂളയിൽ മനുഷ്യർ ശോധന ചെയ്യപ്പെടുന്നു. ആരാണ്? കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. ഇതാണ് ഒരു സത്യം. നമുക്ക് സഹനം വരുമ്പോൾ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണെന്നല്ല, അത് നുണയാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് 16-13 പറഞ്ഞെങ്കിൽ സഹനത്തിൽ തീച്ചൂളയിൽ ഞെരുക്കപ്പെടുന്നത്, മെരുക്കപ്പെടുന്നത്, ശുദ്ധി ചെയ്യപ്പെടുന്നത് ആരാണ്? സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. പ്രഭാഷകൻ 2:5. അതുപോലെ തന്നെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നിനക്ക് സഹനമുണ്ടോ? അത് കർത്താവിൻ്റെ നാമത്തിലാണോ നീ എടുക്കണത്? നീ ആരാണ്? കർത്താവിന് സ്വീകാര്യനായ മനുഷ്യൻ. അതാണതിൻ്റെ സത്യം. അതാണ് സത്യാത്മാവ് ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തുന്നത്. അതാണ് നിനക്ക് സാന്ത്വനം നൽകണത്. അതാണ് നിനക്ക് സ്വാതന്ത്ര്യം നൽകണത്. നീ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ, സഹനത്തിൻ്റെ അർത്ഥമറിയുമ്പോൾ നമുക്ക് ഭയത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അസുഖങ്ങളുള്ളവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, കർത്താവേ, രോഗികളെ, കർത്താവേ, രോഗികളെ, കർത്താവേ, രോഗാതുരമായിട്ടുള്ളവരെ, ശുദ്ധിരോഗികളെ, രോഗികളെ, രോഗികളെ, അവരിലേക്കെല്ലാം ആത്മാവിനെ അയക്കണമേ. അവരുടെ ശുശ്രൂഷ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നമ്മുടെ പാപങ്ങളും കടങ്ങളും കുറ്റങ്ങളും തെറ്റുകളും കർത്താവേ കൃപീകരവുമായ എന്നോട് കരുണ തോന്നണമേ. എന്റെ കർത്താവേ, ഇപ്പോൾ നിന്റെ പൗരോഹിത്യത്തെ ബോധപ്പെടുത്തണമേ. എന്റെ കർത്താവേ, പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, മുറിവിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, മുറിവിനോട് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങള്, പീഡാവേദികള് ഇപ്പോഴേ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. അലയുന്നവരെ, കടലേറി വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ, സമാധാനമില്ലാത്തവരെ, തകർച്ച ഉള്ളവരെ, വിഭാഗം വേർപെട്ടുപോയവരെ, മക്കൾക്ക് രോഗികളായവരെ, രോഗികള്, ഓട്ടിസം രോഗികള്, ഈശോയുടെ രോഗികള്, തളിക്കണമേ. പോലെ രോഗങ്ങള്, രോഗകാലാവിധമായ രോഗദുരിതങ്ങൾ കഴിയുന്നവരെ അത് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹം വർഷിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്നതിന്റെ മേല് ഈശോയെ നന്ദി പറയുന്നു. അനുദിന കൃപാസനത്തെ വിളിച്ച് ദുരിതങ്ങൾ സ്പർശിക്കുന്നവരെ നിങ്ങളെ സ്പർശിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഉടമ്പടി 6 നിയോഗങ്ങളും ഓർത്തു സമർപ്പിക്കട്ടെ. രോഗികളെ
രോഗികളെ സ്പർശിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ സഖീന ടെലിവിഷനിലെ ശുശ്രൂഷയിലെ ഓരോ മക്കളുടെയും ഇപ്പോൾ തത്സമയം ടൈപ്പ് ചെയ്ത നിയോഗങ്ങളെ സ്പർശിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Lord Jesus, ഹല്ലേലൂയ. pour out your spirit. ഹല്ലേലൂയ. Touch with your fire finger. ഹല്ലേലൂയ. Soak with the precious blood. ഹല്ലേലൂയ. Command you. ഹല്ലേലൂയ. Name of Jesus Christ. ഹല്ലേലൂയ. To be free. ഹല്ലേലൂയ. ഹല്ലേലൂയ. And sign with the sign of God. ഹല്ലേലൂയ. So that again, suffering from the same disease. ഹല്ലേലൂയ. Praise you, Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. Glory to Jesus. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോയിതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങളുടെ മേലെ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലെ, നൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവരുടെ മക്കളുടെ മേലെ, വിവാഹത്തിലേക്ക് നിമിഷങ്ങൾ തോറും ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, ഇതാ വിവാഹത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയാൽ ദിവ്യകാരുണ്യ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഈശോയെ മാരകമായ രോഗികളും കൊറോണ വൈറസ് രോഗികളും അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ. തകർക്കപ്പെട്ട കുടുംബങ്ങളെയും കർത്താവേ ഭവനരഹിതരേക്ക് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ. കടലാക്രമത്തിനിടയായവരെ അങ്ങ് സ്പർശിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, എന്നുമെന്നും ഈശോയെ ആരാധന. ഈശോയെ ആരാധന, പരിശുദ്ധ പരമ ഈശോയെ ആരാധന, ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധ പരമ ഈശോയെ ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.